ഐശ്വര്യത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ടാണല്ലോ നാം വീടുകളിൽ തുളസി ചെടി വെക്കുന്നത്. ചില വീടുകളിൽ തുളസി നട്ടാൽ വലിയ നഷ്ടം എന്ന് പറയുന്നു. വാസ്തുശാസ്ത്രപ്രകാരം ഏറെ പ്രാധാന്യമുള്ള ഒരു ചെടിയാണല്ലോ തുളസിച്ചെടി. നാട്ടിലെ മിക്ക വീടുമുറ്റത്തും ഒരു തുളസിച്ചെടിയെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീട്ടിലെ അനർത്ഥങ്ങളൊക്കെ ഉണ്ടാകുന്നത് തുളസി തടയുമെന്നാണ് നമ്മളൊക്കെ വിശ്വസിച്ച് വരുന്നത്. ഇത് കുടുംബാംഗങ്ങളെ ആപത്തുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കും. കൂടാതെ വീട്ടിൽ തുളസി നടുന്നത് മതപരവും ശാസ്ത്രീയവുമായ ഒരു വീക്ഷണകോണിൽ നിന്നും വളരെ നല്ലതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വാസ്തുശാസ്ത്രം അനുസരിച്ച് തുളസി ചെടി നട്ടുപിടിപ്പിക്കുന്ന വീടുകളിൽ ലക്ഷ്മി ദേവി വസിക്കുമെന്നാണ് വിശ്വാസം. വാസ്തുശാസ്ത്രം പറയുന്നതനുസരിച്ച് വീട്ടിലൊരു തുളസി ചെടി നടുന്നത് പോസിറ്റിവിറ്റി കൊണ്ടുവരും, നെഗറ്റിവിറ്റി ഇല്ലാതാകുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടും വീടുകളിൽ തുളസി ചെടി വയ്ക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിരുന്നാലും വാസ്തുശാസ്ത്രം അനുസരിച്ച് ചില വീടുകളിൽ ഒരിക്കലും ഈ പുണ്യമായ സസ്യമായ തുളസി ചെടി നടരുത് എന്നും പറയുന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. തുളസി പൂജയ്ക്ക് സ്വാത്വിക അത്യാവശ്യമാണ്. ഈ സ്വാത്വികത എന്ന് പറഞ്ഞാൽ മാംസം പാകം ചെയ്യുന്ന വീട്ടിൽ തുളസി ചെടി ഉണ്ടാകരുത് എന്ന് വാസ്തു പറയുന്നു. അതേസമയം ഏതെങ്കിലും വീട്ടിൽ ആരെങ്കിലും മദ്യം കഴിക്കുന്നുണ്ടെങ്കിലും അവിടെ തുളസി ചെടി നടരുത് എന്ന് പറയുന്നു. മദ്യം കഴിക്കുന്ന സ്ഥലം അശുദ്ധമാകുമെന്ന് ഒരു വിശ്വാസമുണ്ടല്ലോ. വൃത്തിഹീനമായ സ്ഥലത്ത് തുളസി നടുന്നത് അശുഭകരമാണ്. വാസ്തുശാസ്ത്രം അനുസരിച്ച് ഈ വീടുകളിൽ തുളസി ചെടി നട്ടുപിടിപ്പിച്ചാൽ അത് ഗുണത്തിനു പകരം ദോഷമാണ് ഏറെ വരുത്തിവെക്കുക.